നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പെരിയാറിൽ രാസമാലിന്യം കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിലും ചർച്ചയ്ക്കും ശേഷമാണ് നടപടി. ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു പ്രതിഷേധം. പാലക്കാട് കൊല്ലങ്ങോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. 12 മണിയോടെയാണ് പുലിയെ മയക്കുവെടിവെച്ചത്. 10 മിനിറ്റ് നിരീക്ഷിച്ചതിനു ശേഷം കൂട്ടിലാക്കി. ആരോഗ്യനില പരിശോധിച്ചതിനു ശേഷം ജനവാസ മേഖലയിൽ നിന്ന് പുലിയെ മാറ്റാനിരിക്കുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ പുലിയുടെ ആക്രമണം. പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തിയതോടെ പുലി ഓടിപ്പോയി. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുന്നംകുളം കേച്ചേരിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി 23 വയസ്സുള്ള ജിഷ്ണുവിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 19-നായിരുന്നു മോഷണം. ശക്തമായ മഴയിൽ മാളയിൽ വീട് ഭാഗികമായി തകർന്നു. മളപ്പള്ളിപ്പുറം ലക്ഷം വീട് കോളനി ആക്കം വീട്ടിൽ അനില വിഷ്ണുമിത്രയുടെ വീടാണ് ഭാഗികമായി തകർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. പഴക്കമുള്ള ഓടിട്ട വീട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. 2.5 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു നൽകാതെ വിശ്വാസവഞ്ചന കാട്ടിയ കേസിലെ പ്രതിപിടിയിൽ. കല്ലൂർ തൃക്കൂർ ദേശത്ത് പോഴത്തി വീട്ടിൽ രാഹുലിനെയാണ് കേസിൽ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനാചരണം ശ്രീനാരായണപുരത്ത് നടത്തി. ജൂൺ 5 വരെ ആഗോള ജൈവവൈവിധ്യ വാരാചരണം നടത്തും. വംശനാശ ഭീഷണി നേരിടുന്ന തൈകളുടെ നടീൽ BMC പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MS മോഹനൻ നിർവഹിച്ചു. അന്തിക്കാട് സ്വദേശിയായ യുവതിയെയും മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃ സഹോദരനും അമ്മയും അറസ്റ്റിലായി. അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് തിണ്ടാറ്റ് സ്വദേശികളായ ചോണാറ്റ് അനിത, മകൻ അശ്വിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലത്ത് ചെഞ്ചവീനാമയെ കണ്ടെത്തി. കാളമുറി പടിഞ്ഞാറ് ഭാഗത്ത് വഴിയിൽ നിന്നാണ് ഗ്രാമലക്ഷ്മി സ്വദേശി ചക്കനാത്ത് സനിലിന് ചെഞ്ചവീനാമയെ കിട്ടിയത്. കൗതുകം തോന്നി വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ സർക്കാർ സ്കൂളുകളിലെ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല. പല സ്കൂളുകളിലും ബസ്സുകൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ വാങ്ങിക്കൂട്ടിയ ബസ്സുകൾ ഇപ്പോൾ കുട്ടികൾക്കും ഉപകാരമില്ലാതായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.